ബെറ്റർ ഹോംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ബിജു. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് പാലാ തൊടുപുഴ റൂട്ടിൽ കൊല്ലപ്പള്ളി ടൗണിന് സമീപത്തായിട്ട് 10 സെൻറ്റിൽ 3 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടിയ ഒരു യൂസ്ഡ് ഹൗസിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യൂസ്ഡ് ഹൗസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിടെ ആൾ താമസമില്ല. ഒരു 4 വർഷത്തെ പഴക്കമുള്ള ഒരു വീടാണ്. ബസ് റൂട്ടിൽ നിന്ന് 100 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ വീട്ടിലെത്താനായിട്ട്. വാട്ടർ സോഴ്സ് കുഴൽക്കിണറാണ്, പൈപ്പ് കണക്ഷനും ഉണ്ട്. നല്ല കിണർ വെള്ളം തന്നെയാണ് പൈപ്പിൽ കൂടി വരുന്നത്. കിണറ്റിൽ നിന്ന് കുടിവെള്ള പദ്ധതിയുടെ ഇതിലായിട്ട് കൊടുത്തിരിക്കുന്ന പൈപ്പ് കണക്ഷനാണ്. അതുകൊണ്ട് അതും കിണർ വെള്ളം തന്നെയാണ്. അതുകൂടാതെ നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന കുഴൽക്കിണറ്റിലെ വെള്ളമുണ്ട്. ഈ വീട്ടുകാരെ 2 വെള്ളവും ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. നമുക്കിഷ്ടം പോലെ കുഴൽക്കിണറ്റിലെ വെള്ളമുണ്ട്, അതുപോലെ തന്നെ പൈപ്പ് കണക്ഷനും ഉണ്ട്. നല്ല വിശാലമായിട്ടുള്ള മുറ്റമാണ് ഈ വീടിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് 4-5 വണ്ടി ഒരേ സമയം നമുക്ക് ഈ വീട്ടിൽ പാർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇത് വീടിൻ്റെ സൈഡാണ്. നല്ലവണ്ണം നല്ല സ്ഥലങ്ങൾ കൂടുതലുണ്ട്. നല്ല വീതിയിലാണ് ഇതിൻ്റെ കോമ്പൗണ്ട് വാളും എല്ലാം തീർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്ക് സൈഡ് ആണെന്ന് പറഞ്ഞാലും കോമ്പൗണ്ട് വാൾ കെട്ടി അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് കൃഷി ആവശ്യത്തിനോ മറ്റ് പിന്നെ പൂത്തോട്ടോ അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നല്ല വിശാലമായിട്ടുള്ള ഒരു കാർ പാർക്കിങ്ങും ഉണ്ട്. ഇത് വീടിൻ്റെ മറ്റൊരു സൈഡാണ്. ഇത് നല്ലൊരു കായ്ക്കുന്ന ഒരു തെങ്ങുണ്ട്. ബാക്ക് സൈഡിൽ നല്ലവണ്ണം സ്പേസ് ഉണ്ട് നമുക്ക് സൈഡിലേക്ക്. ഇത് നമ്മുടെ കിച്ചണിൽ നിന്ന് ഇറങ്ങി വരുന്ന ഭാഗമാണ്. ട്രബോൾഡ് ഷീറ്റ് ഇട്ട് അവിടെ നനയാതെ ടൈലൊക്കെ വിരിച്ച് നല്ല ഭംഗിയാക്കിയിരിക്കുന്നു. നമുക്കൊരു വർക്ക് ഏരിയ പോലെയൊക്കെയോ അല്ലെങ്കിൽ നമുക്ക് വെളിയിലൊരു സ്റ്റോറിൻ്റെ ഭാഗമായിട്ടൊക്കെ അവിടെ ഉപയോഗിക്കാം. ഇത് ഇത്രയും വീതിയുണ്ട് നമുക്ക് നല്ലവണ്ണം. കോമ്പൗണ്ട് വീടിൻ്റെ കണക്കും പ്രകാരമുള്ള കോമ്പൗണ്ട് വാളിനും ബൗണ്ടറി വോളിനും ഇടയ്ക്കായിട്ട് നമുക്ക് കൃഷിസ്ഥലമുണ്ട്. നമുക്ക് അത്യാവശ്യം പച്ചക്കറികൾ നല്ലവണ്ണം വയ്ക്കാനുള്ള സ്ഥലമുണ്ട്. ഈ കാണുന്ന ഭാഗമാണ്. അവിടെയൊക്കെ ചെറിയ വൃക്ഷങ്ങളൊക്കെ നിൽപ്പുണ്ട്. ആ തെങ്ങ് നിൽപ്പുണ്ട്. ഇതാണ് മുറ്റം. നമുക്ക് ബേബി മെറ്റൽ വിരിച്ച് മനോഹരമാക്കിയിരിക്കുന്നു. ഇത് നമ്മുടെ സൈഡിൽ കണ്ട നമ്മുടെ കിച്ചണിൽ നിന്ന് വെളിയിലേക്കുള്ള ഭാഗത്തുള്ള ടൈല് വിരിച്ച് അതും ഗംഭീരമാക്കിയിരിക്കുന്നു. ബാക്കിയുള്ള ഭാഗത്തെല്ലാം ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. ഫ്രണ്ട് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ ഒരു പൈപ്പ് കണക്ഷനുണ്ട്. കൂടാതെ മണലാണ് ഇട്ടിരിക്കുന്നത്. ഇത് നമ്മുടെ ആറ്റുമണലാണ്. ഇതുണ്ട് നല്ല ഭംഗിയായിട്ട് എല്ലാം കോമ്പൗണ്ട് വാൾ തിരിഞ്ഞ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് ഈ വീട് ഇരിക്കുന്നിടം. ഇതുപോലത്തെ വീട് അല്ല, ഇതിലും വലുപ്പമുള്ള വീടുകൾ തന്നെയുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് കൊല്ലപ്പള്ളി ടൗണ് ഇതെല്ലാം അടുത്താണ്. 100 മീറ്റർ ദൂരമേ ഉള്ളൂ നമുക്ക് ബസ് റൂട്ടിലേക്ക് മാറാനായിട്ട്. അതുപോലെ തന്നെ സ്കൂള്, കോളേജ് അതുപോലുള്ള സ്ഥാപനങ്ങളെ എല്ലാ വണ്ടികളും നമുക്ക് ഈ 100 മീറ്റർ ദൂരത്തിൽ ലഭ്യമാണ്. നല്ല മനോഹരമായിട്ടുള്ള ഒരു വീടാണ്. കാരണം നമുക്ക് ഈ റേറ്റിന് ഈ 10 സെൻറ്റ് സ്ഥലവും 3 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടി 1400 സ്ക്വയർ ഫീറ്റ് വീടിന് സെല്ലർ ചോദിക്കുന്ന വില 48 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിളാണ്. നമുക്കിപ്പോൾ 48 ലക്ഷം രൂപയ്ക്ക് താമസിക്കാനായിട്ട് പണിതിരിക്കുന്ന ഒരു വീട് കിട്ടണമെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. തന്നെയല്ല ഇത് മുകളിലേക്ക് വേണേലും പണിയാമെന്നുള്ള രീതിയിൽ പില്ലറയിലാണ് ഈ വീട് തീർത്തിരിക്കുന്നത്. ഉടമസ്ഥൻ താമസിച്ചുകൊണ്ടിരുന്ന വീടാണ്. ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് അത് കൊടുക്കുന്നതാണ്. ഇതാണ് നമ്മൾ വീടിനകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഒരു നീളത്തിലുള്ള ഒരു ഹാളാണ് ഇത്. ആ കർട്ടൻ ഇട്ടിരിക്കുന്ന നമുക്ക് ലിവിങ് സ്പേസ് ആയിട്ട് നമുക്ക് അതിൻ്റെ ഇപ്പുറവും അപ്പുറത്തെ ഭാഗം ഡൈനിങ് ഹോളുമായിട്ട് ഉപയോഗിക്കാം. കാരണം നല്ല നീളത്തിൽ കിടക്കുന്ന ഒരു ഹാളാണ് ഇത്. പാർട്ടീഷനൊന്നും ചെയ്തിട്ടില്ല. കാരണം ഒരു 4 വർഷം പഴക്കമുള്ള വീടാണ്. അന്നൊന്നും അത്ര ഇമ്പോർട്ടൻസ് അല്ല ഇത്. 1400 സ്ക്വയർ ഫീറ്റുള്ള ഒരു സാധാരണക്കാരൻ്റെ വീട്. അപ്പം അതിന് നമുക്ക് ഗസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ ഒരു സൈഡിൽ നമുക്ക് സെറ്റ് ഒക്കെ കൊടുത്ത് ഇരിക്കാനുള്ള ഒരു ഏരിയ ഉണ്ട്. അത് കർട്ടൻ ഇട്ട് ടെമ്പററി ആയിട്ട് പാർട്ടീഷൻ ചെയ്യുന്നുള്ളൂ. നമുക്ക് പെർമനൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തടിയെ തന്നെ ചെയ്യാം. ഹാളിൽ നിന്ന് ഇത് നമ്മൾ ആദ്യത്തെ റൂമിലേക്ക് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുകയാണ്. അത്യാവശ്യം വലുപ്പമുള്ള 3 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ്. ജനാലയെല്ലാം കർട്ടനിട്ട് മനോഹരമാക്കിയിരിക്കുന്നു. ഇവിടെ എല്ലാം 3 പാളിയുടെ 2 ജനൽ വീതമാണ്.
ഒരു റൂമിന് വന്നിരിക്കുന്നത് ഈ കാണുന്ന ഭാഗത്ത് 3 പാളി ജനലിൻ്റെ 2 എണ്ണം ഉണ്ട്. അതുപോലെ തന്നെ നല്ലവണ്ണം വെട്ടം മുറിക്കുള്ളിൽ കയറാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ജനാലകളും എല്ലാം ഫിറ്റ് ചെയ്തിരിക്കുന്നത്. കർട്ടനൊക്കെ ഇട്ട് മനോഹരമാക്കിയിരിക്കുന്ന ഒരു പോർഷനാണ്. അതുപോലെ തന്നെ ബാത്റൂമാണെന്ന് പറഞ്ഞാലും നല്ല രീതിയിൽ ടൈലുകളൊക്കെ മുകളിൽ വരെയും ടൈലുകളൊക്കെ ഒട്ടിച്ച് അതും മനോഹരമാക്കിയിരിക്കുന്നു. 4 വർഷം ഉപയോഗിച്ച ക്ലോസറ്റും അതുപോലൊക്കെ മാറിയിട്ടില്ല. അതൊക്കെ 4 വർഷത്തെ പഴക്കമുണ്ട്. ഇത് നമ്മൾ അടുത്ത റൂമിലേക്കും പോയിരിക്കുവാണ്. ഈ റൂമിൻ്റേതും പാർട്ടീഷൻ ഡോറുകളെല്ലാം തടിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മറ്റേ റൂമിലെ പോലെ തന്നെ കർട്ടനിട്ട എല്ലാ റൂമിലെയും കർട്ടൻ റോഡ് കൊടുത്ത് കർട്ടനിട്ട് മനോഹരമാക്കിയിരിക്കുന്നു. ഇത് ഈ കാണുന്നതാണ്. ഇതും അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമുകളാണ്. നമ്മളിപ്പോൾ 2 ബെഡ്റൂമുകൾ കണ്ടു. ഇതാണ് ഇതിൻ്റേതും ബാത്റൂമുകൾ. മറ്റൊരു ഡിസൈൻ ടൈലുകളും എല്ലാം കൊടുത്ത് അതും ഭംഗിയാക്കിയിരിക്കുന്നു. നല്ല മനോഹരമായിട്ടുള്ള ഏകദേശം ഒരു 10 അടി പൊക്കത്തിലാണ് ഇതിൻ്റെ ടൈലുകളെല്ലാം ഭിത്തിയിൽ കൊടുത്തിരിക്കുന്ന വോളിഡ് ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഇതാണ് 3 ബെഡ്റൂമുള്ള നമ്മളെ 3ാമത്തെ ബെഡ്റൂം. ഇതാണ് ഇവരുടെ മാസ്റ്റർ ബെഡ്റൂം. അവിടെ ഒരു വാർഡ്രോബ്സ് ഉണ്ട്. മറ്റ് 2 റൂമിൽ വാർഡ്രോബ്സ് ഇല്ല. ഇവിടെ 3 ജനലുണ്ട്. 3 പാളിയുടെ 2 ജനൽ വീതം ഒരു സൈഡിൽ ഒരു ജനലൂടെയുണ്ട്. അങ്ങനെ 3 ജനൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടംപോലെ വെളിച്ചവും കാറ്റും കയറാമെന്നുള്ള രീതിയിൽ. ഇതൊരു വാർഡ്രോബ്സാണ്. സാധാരണ ഇതിൽ പണിതിരിക്കുന്ന ഒരു വാർഡ്രോബ്സാണ്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണിത്. നമുക്ക് കിങ് സൈസ് കോട്ടിട്ടാലും ഇഷ്ടംപോലെ ഇടയുണ്ട്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബുമാണ് ഞങ്ങളുടെ വിജയം. ഇവിടെ നിന്ന് നമുക്ക് കൊല്ലപ്പള്ളി ടൗണിലേക്ക് അധികം ദൂരമില്ല. അതുപോലെ തന്നെ കടനാട് ഭാഗത്തേക്ക് കടനാട് പള്ളി, സ്കൂള് ഇതൊക്കെ അടുത്താണ്. അങ്ങനെ നല്ലൊരു 10 സെൻറ്റും ഒരു മനോഹരമായിട്ടുള്ള ഒരു വീടാണ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള വീടാണ്. കാരണം ഇവർ താമസിക്കാൻ പണിതതാണ്, അല്ലാതെ കൊടുക്കാനായിട്ട് പണിതിരിക്കുന്നതല്ല. ഇതാണ് ഈ വീടിൻ്റെ കിച്ചനാണ്. ഇത് നല്ല മനോഹരമായിട്ടുള്ള ഒരു കിച്ചനാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു കിച്ചനാണ്. കാരണം 1400 സ്ക്വയർ ഫീറ്റിൽ ഇതിൽ കൂടുതൽ ഒരു വലിപ്പത്തിൽ കിച്ചൺ വയ്ക്കേണ്ട കാര്യമില്ല. നല്ലവണ്ണം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അടുക്കളയാണ്. നമുക്ക് അത്യാവശ്യം നല്ലവണ്ണം സ്റ്റോറേജ് ഉണ്ട്. ബോട്ടം സൈഡിലും ടോപ്പ് സൈഡിലും സ്റ്റോറേജ് ഉണ്ട്. ഒരു സൈഡിൽ വിൻഡോ ഉണ്ട്. അത് കർട്ടനിട്ട് അലങ്കരിച്ചിരിക്കുന്നു. ഇതാണ് കിച്ചൻ്റെ ഭാഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള ഒരു കിച്ചനാണ്. ഇതുണ്ട്. സാധാരണയുള്ള ഒരു സ്റ്റൗ ഒക്കെ വെച്ചിട്ടാണ് ഇവിടെ നമ്മൾ പാകം ചെയ്യേണ്ടത്. അല്ല, മൂഡില ഇലക്ട്രിക് കിച്ചൺ അല്ല. അവിടെ നിന്ന് കിച്ചണിൽ നിന്ന് നമുക്ക് നേരെ ഒരു വർക്ക് ഏരിയ ഉണ്ട്. അതും അത്യാവശ്യം വലിപ്പമുള്ളൊരു വർക്ക് ഏരിയയാണ്. താഴെ ബോട്ടം സൈഡിൽ സ്റ്റോറേജ് ഉണ്ട്. ഒരു ടേബിളുണ്ട്. അതാണ് ഗ്രാനൈറ്റ് ഇരിക്കുന്ന ഭാഗം. അതാണ് ടേബിള്. അതും മനോഹരമായിട്ടുള്ള ഒരു വീടും സ്ഥലമാണ്. ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. 8156873501. പാലായുമായിട്ട് ഏകദേശം 7 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ വീട്ടിലെത്താനായിട്ട്. ഇത് ബാക്കിലേക്ക് നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങുന്ന ഡോറാണ്. അത് നല്ല സ്ട്രോങ് ആയിട്ട് സേഫ്റ്റി റോഡുകൾ കൊടുത്ത് ബലപ്പെടുത്തിയിരിക്കുന്നു. നല്ല മനോഹരമായിട്ടുള്ള ഒരു 48 ലക്ഷം രൂപയ്ക്ക് ഇതുപോലൊരു വീട് സ്ഥലം കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്.